ഫ്രണ്ട്സ്, മാനേജ് ഇലക്ട്രോണിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ്ലി കാർഡിനൽ യൂട്ടിലിറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ ഓർഡിനൽ അനാലിസിസ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നോക്കാം. ഹിയർ വി സേസ് ദാറ്റ് യൂട്ടിലിറ്റി cannot be measurable but can be ranked by using ordinal numbers like first, second, etc. According to this, utility can be measured as the level of satisfaction and not the amount of satisfaction. ഇവിടെ പറയുന്നത് യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല, അളക്കാൻ പറ്റില്ല. ബട്ട് ക്യാൻ ബി റാങ്ക്ഡ് ബൈ യൂസിങ് ഓർഡിനൽ നമ്പേഴ്സ് ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്, എക്സെട്ര. നമുക്ക് യൂട്ടിലിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ റാങ്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദിസ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ആസ് എ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ്റെ ലെവലിൻ്റെ ബേസിൽ നമുക്ക് അളക്കാൻ പറ്റും. ആൻഡ് നോട്ട് ദ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ്റെ എമൗണ്ടിൻ്റെ ബേസിൽ അളക്കാൻ കഴിയില്ല. അതായത് റാങ്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് യൂട്ടിലിറ്റിനെ അളക്കാൻ പറ്റില്ല എന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. എൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ് ഇനി പറയാൻ പോകുന്നത്. വെൻ ദർ ആർ എ ലിസ്റ്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 or more products അവൈൽഡ്, ഇറ്റ് വിൽ ഗിവ് ഡിഫറെൻറ്റ് യൂട്ടിലിറ്റീസ് ടു ദ കൺസ്യൂമേഴ്സ്. നമുക്ക് 2 അതിലധികം പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതിൽ വ്യത്യസ്ത യൂട്ടിലിറ്റീസ് കസ്റ്റമറിന് കിട്ടും. യു ക്യാൻ ഓർഡർ ഫസ്റ്റ്, സെക്കൻഡ്, എക്സെട്ര ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. അയാൾക്ക് എന്ത് ചെയ്യാം? യൂട്ടിലിറ്റിൻ്റെ ബേസിൽ ഫസ്റ്റ്, സെക്കൻഡ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം? ഓർഡർ ചെയ്യാൻ പറ്റും. ഹി കനോട്ട് ബി ബൈ ഓൾ ദ ലിസ്റ്റ് ബിക്കോസ് ഹി ഗെറ്റ്സ് ഓൺലി ലിമിറ്റഡ് ഇൻകം. പക്ഷേ അയാൾക്ക് ഇൻകം വളരെ കുറവായത്, ലിമിറ്റഡ് ഇൻകം മാത്രം ആയതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റും അയാൾക്ക് വാങ്ങിക്കാൻ കഴിയില്ല. ഇഫ് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് ദ ഗുഡ്സ് ഗിവ് ഈക്വൽ യൂട്ടിലിറ്റീസ്, സെലക്ഷൻ നീഡ് നോട്ട് റിക്വയർഡ്. സപ്പോസ് എല്ലാ പ്രൊഡക്റ്റിനും ഈക്വൽ യൂട്ടിലിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താവശ്യമില്ല? സെലക്ഷൻ എന്നുള്ള ആ പ്രശ്നം ഉണ്ടാവില്ല. ഇഫ് ഹി ചൂസ് എ കോമ്പിനേഷൻ ഹി ഈസ് ഇൻഡിഫറൻറ്റ് അബൌട്ട് അതർ കോമ്പിനേഷൻ. ദിസ് ക്യാൻ ബി ഷോൺ ത്രൂ ഇൻഡിഫറൻറ്റ് കർവ്. അതായത് ഇവിടെ പറയുന്നത് ഒരാൾ ഒരു പ്രൊഡക്റ്റ്, ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്താൽ മറ്റ് കോമ്പിനേഷന് അയാൾ ഇൻഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തനായിട്ടാണ് ഉണ്ടാവുക. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിഫറൻസ് കർവിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. You can explain indifference curve analysis by using schedules and curve. നമുക്ക് ഇൻഡിഫറൻസ് കർവിന് ഷെഡ്യൂളും കർവും യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇൻഡിഫറൻസ് ഷെഡ്യൂളാണ് പറയുന്നത്. ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് 2 or more commodities which yield the same level of satisfaction. ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന 2 പ്രൊഡക്റ്റിൻ്റെ വ്യത്യസ്ത കോമ്പിനേഷനാണ് ഇൻഡിഫറൻസ് ഷെഡ്യൂളിൽ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. കോമ്പിനേഷൻ A, B, C, D, E ഇങ്ങനെ രീതിയിൽ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും യൂണിറ്റ്സിൻ്റെ സെറ്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് കോമ്പിനേഷൻ എയിൽ പറയുന്നത് 1 ആപ്പിളും 20 ഓറഞ്ചുമാണ്. നേരെ മറിച്ച് കോമ്പിനേഷൻ ബിയിൽ പോകുമ്പോൾ 2 ആപ്പിളും 15 ഓറഞ്ചാണ്. സിയിൽ 3 ആപ്പിൾ 11 ഓറഞ്ച്, ഡിയിൽ 4 ആപ്പിൾ 8 ഓറഞ്ച്, ഇയിൽ 5 ആപ്പിൾ 6 ഓറഞ്ച്. ഈ രീതിയിലാണ് ഒരു കോമ്പിനേഷൻ. അതായത് ഒന്ന് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റൊന്ന് കുറയുന്ന രീതി. ഇൻഡിഫറൻസ് ഷെഡ്യൂൾ നോക്കിയാൽ ഈച്ച് ലെവൽ ഓഫ് ദ അബോവ് കോമ്പിനേഷൻ ഗിവ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. മുകളിൽ തന്ന ABCD എന്നുള്ള ഏത് ഷെഡ്യൂളും കസ്റ്റമറിന് ഒരേപോലത്തെ സാറ്റിസ്ഫാക്ഷനാണ് നൽകുന്നത്. സോ ഹി ക്യാൻ ചൂസ് എനി ഓഫ് ദ ആൾട്ടർനേറ്റീവ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു കർവിൻ്റെ രൂപത്തിൽ കാണിച്ചാൽ ഏകദേശം ഈ രൂപത്തിലാണ് ഉണ്ടാവുക. അതായത് ABCDE ആ രീതിയിൽ എന്ത് ചെയ്യും? നമ്മുടെ കർവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് കണക്കായിട്ട് ആപ്പിളിൻ്റെ എണ്ണവും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ എണ്ണവും മാറ്റം വന്നുകൊണ്ടിരിക്കും. അതായത് കോമ്പിനേഷൻ എയിൽ പറഞ്ഞത് എന്താണ്? 1 ആപ്പിളും 20 ഓറഞ്ച്. ബിയിലെത്തുമ്പോൾ 2 ആപ്പിളും അതുപോലെ തന്നെ 15 ഓറഞ്ചായി മാറി. ഇങ്ങനെ ഇയിലെത്തുമ്പോൾ 5 ആപ്പിളും അതുപോലെ തന്നെ 6 ഓറഞ്ച്. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോമ്പിനേഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഈക്വൽ
യൂട്ടിലിറ്റീസാണ് കസ്റ്റമർ കിട്ടുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് നോക്കുക. ദ പോയിൻറ്റ്സ് എ ബി സി ഡി ഇ ഷോസ് ദ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വിച്ച് ഓഫ് ദ ഈക്വൽ യൂട്ടിലിറ്റീസ് നോൺ ആസ് ലോക്കസ് പോയിൻറ്റ്സ്. നമുക്ക് എ ബി സി ഡി എന്നുള്ള ആ പോയിൻറ്റ്സിന് പറയുന്ന പേരാണ് ലോക്കസ് പോയിൻറ്റ്സ്. അതിൽ കസ്റ്റമേഴ്സിന് ഈക്വൽ യൂട്ടിലിറ്റിയാണ് കിട്ടുന്നത്. ദിസ് കർവ് ഈസ് ഓൾസോ നോൺ ആസ് ഐസോ യൂട്ടിലിറ്റി കർവ്. ഈ ഇൻഡിഫറൻസ് കർവിന് നമുക്ക് ഐസോ യൂട്ടിലിറ്റി കർവ് എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഓർഡിനറി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻഡിഫറൻസ് കർവിലേക്ക് അതിൻ്റെ മീനിങ് ഡെഫിനിഷനും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഇൻഡിഫറൻസ് ഷെഡ്യൂള്, അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.